മമ്മൂട്ടി മുഖവരകൾ ഏതും ആവശ്യമില്ലാത്ത മലയാളത്തിന്റെ മഹാനടൻ. മമ്മൂട്ടിയെക്കുറിച്ച് കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ചില അഭ്യൂഹങ്ങൾ പരക്കുന്നത് പല ആളുകളും ശ്രദ്ധിച്ചു കാണും. മമ്മൂട്ടിക്ക് വൻകുടലിന് ക്യാൻസർ ആണ്, അദ്ദേഹം ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നൊക്കെയായിരുന്നു അഭ്യൂഹം. ഇങ്ങനൊരു അഭ്യൂഹം വൻതോതിൽ സ്പ്രെഡ് ആക്കിയത് മറ്റാരുമല്ല, നമ്മുടെ മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയാണ്. ഷാജൻ സ്കറിയെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ഇഷ്ടം പോലെ ഫാൻസും അതുപോലെ തന്നെ വിരോധികളുമുള്ള ആളാണ് അയാൾ. എന്തായാലും ഇവിടെ നമ്മുടെ വിഷയം ഷാജൻ സ്കറിയല്ല, അതുകൊണ്ട് തന്നെ അയാളെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. നമ്മുടെ വിഷയം മമ്മൂക്കയാണ്. മമ്മൂക്കയെ കുറിച്ച് മറുനാടൻ പുറത്തുവിട്ട വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഈ വാർത്ത മറുനാടൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. മറുനാടൻ തന്നെ അവരുടെ വീഡിയോയിൽ ആ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന 100 കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു, മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു, അവധിയെടുത്തിരിക്കുന്നു. മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് 1 മാസത്തോളം ഷൂട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി. അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത്, വരുൺ ആർ എന്ന് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു. ഷൂട്ടിംഗ് പോസ്റ്റ്പോൺഡ് ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ. He is diagnosed with a serious illness. Dulquer also has taken a break from the schedule of I'm Game, praying for a fast recovery of Mammootty. വരുണിന്റെ ഈ ട്വീറ്റ് പൊടുന്നതിനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ആക്ച്വലി വരുണിന്റെ ഈ ട്വീറ്റിനേക്കാൾ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ള മറുനാടിൽ വന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായെന്ന് തോന്നുന്നു. എന്തായാലും മമ്മൂട്ടിയുടെ അസുഖത്തെ കുറിച്ചുള്ള ഈ വാർത്ത മറുനാടിനെ എവിടെ നിന്നാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. മലയാള സിനിമയിൽ ആരൊക്കെയോ താൻ വിളിച്ചു നോക്കി, മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നാണ് എല്ലാവരും പറയുന്നത് എന്നൊക്കെ ഷാജൻ സ്കറിയെ തുടർന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സംഭവത്തെ കുറിച്ചുള്ള ഷാജന്റെ പ്രാഥമിക സോഴ്സ് എന്ന് പറയുന്നത് വരുൺ ആർ എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന ഈ ട്വീറ്റ് തന്നെയാണ്. ഞാൻ ആ ട്വീറ്റ് സൈഡ് കൊടുക്കാം. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ആളാണെന്നൊക്കെയാണ് വരുണിനെ കുറിച്ച് മറുനാടൻ പറയുന്നത്. ഞാൻ എന്തായാലും ആളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, അത് ഞാൻ സൈഡിൽ കാണിക്കാം. ആകെ ഒരു 100 ഫോളോവേഴ്സ് പോലും തികച്ചില്ലാത്ത ഒരു അക്കൗണ്ടാണ്. പ്രൊഫൈൽ ആണെങ്കിൽ ലോക്ക്ഡും ആണ്. മമ്മൂക്കയെ കുറിച്ച് ട്വീറ്റ് ഇട്ടതിന് ശേഷം പൊങ്കാല കിട്ടാൻ തുടങ്ങിയതോടെ ലോക്കാക്കിയതാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ വരുൺ എന്ന് പറയുന്നവൻ നന്നായി പണിയെടുക്കുന്നുണ്ട്. ഇവൻ എല്ലായിടത്തും ഓടി നടന്ന് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് ഒട്ടിച്ചു വെക്കുന്നുണ്ട്. 1-2 ട്വീറ്റുകളും അതിന് വരുൺ കൊടുത്ത മറുപടികളും ഞാൻ കാണിച്ചു തരാം. വാട്ട് ഈസ് ചീസ് ന്യൂസ് ഈസ് ഇൻസൈഡ് ബോസ് റെഡിറ്റ് മമ്മൂട്ടി ടേക്കിംഗ് എ ബ്രേക്ക് എന്നൊക്കെ എനി ലെജിക് സ്കൂപ്പ്. അപ്പൊ അതിന് വരുൺ കൊടുത്ത ഒരു മറുപടിയാണ്, കോളോൺ ക്യാൻസർ പ്ലാനിങ് ടു ഗോ ടു US ട്രീറ്റ്മെന്റ് നൗ ഇൻ അപ്പോളോ ചെന്നൈ. പ്ലാനിങ് ടു ഗോ ടു US എന്നൊക്കെ മമ്മൂട്ടിയെ നേരിട്ട് കണ്ട് സംസാരിച്ച പോലെയാണ് അവന് എഴുതി വെച്ചേക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. മഹേഷ് നാരായണൻ പടം നിക്കാക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ്പോണ്ട് ആണ് ചെയ്തതെന്നൊക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ. പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. അതിന് വരും കൊടുത്ത മറുപടിയാണ് ബിഗ് എം ഡയഗ്നോസിസ് വിത്ത് ക്യാൻസർ എന്നൊക്കെ. എത്ര ആധികാരികമായിട്ടാണല്ലേ ആശാൻ സംസാരിക്കുന്നത്. മമ്മൂട്ടിയുമായി അടുപ്പമുള്ള ഒരാൾ പോലും സ്ഥിരീകരിക്കാത്ത ഒരു സംഭവത്തെ കുറിച്ചാണ് ഇത്രയും ആധികാരികമായി സംസാരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പൊ മറുനാടൻ മലയാളിയുടെ വാർത്തയുടെ സോഴ്സിന്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായല്ലോ അല്ലെ. ഏതോ ഒരു വരുണാറിന്റെ ടീറ്റും പൊക്കി പിടിച്ച് വന്നതാണ് ആശാൻ. വേറെ ആരൊക്കെയോ വിളിച്ചു നോക്കി കൺഫേം ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. തള്ളിയതാണോ അല്ലേ എന്നുള്ളതൊക്കെ ദൈവത്തിന് അറിയാം. മമ്മൂക്കയുമായി അടുപ്പമുള്ള ആരെങ്കിലും ഇയാളെ പോലെ ഒരാളോട് മമ്മൂക്കയുടെ ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ശാന്തിവിള ദിനേശനെ പോലുള്ള ഏതെങ്കിലും ഗോസിപ്പ് ടീമിനോടായിരിക്കും ഷാജൻ വിളിച്ച് അന്വേഷിച്ചത്. എന്തായാലും മമ്മൂക്കയുടെ ആരോഗ്യത്തെ കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാൻസർ അല്ല, എന്തോ ബ്രീത്തിങ് ഇഷ്യൂ കാരണമാണ് ഷൂട്ടിങ്ങിൽ നിന്ന് ബ്രേക്ക് എടുത്തതെന്നും അതല്ല റംസാൻ മാസം ആയതുകൊണ്ടാണ് ഷൂട്ടിങ്ങിൽ നിന്ന് ബ്രേക്ക് എടുത്തതും എന്ന തരത്തിലുള്ള വാർത്തകൾ കണ്ടിരുന്നു. ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങളെല്ലാം തൽക്കാലം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി നിർത്താം. നിലവിൽ ഈ വിഷയത്തിൽ ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം MMNന്റെ സഹനിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള സലീം റഹ്മാനിൽ നിന്നാണ്. മമ്മൂക്കാക്കും ലാലേട്ടനും ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഇദ്ദേഹം ഇന്നലെ ഇൻസ്റ്റയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് സൈഡിൽ കാണിക്കാം. അതിന്റെ കൂടെ മലയാള സിനിമയും ഓൺലൈൻ മാധ്യമങ്ങളും എന്ന തലക്കെട്ടിൽ മമ്മൂക്കയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളെ കുറിച്ചും ഒരു കുറിപ്പ് ഇദ്ദേഹം എഴുതിയിട്ടിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചുതരാം. മലയാള സിനിമയും ഓൺലൈൻ മാധ്യമങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളിലൂടെ മലയാള സിനിമാ വ്യവസായത്തെ എങ്ങനെ തകർക്കാം എന്ന ഗവേഷണത്തിലാണ് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ചില ഓൺലൈൻ മാധ്യമങ്ങൾ. സിനിമ കാലസൃഷ്ടിയാണെങ്കിലും കോടികൾ മുടക്കുമുതലുള്ള ഒരു ബിസിനസ് കൂടിയാണ്. ഈ കൂട്ടർ പുതുതായി വിവാദമാക്കാൻ ശ്രമിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം നിർവഹിക്കുന്ന ആൻഡോ ജോസഫ് നിർമ്മാണ കമ്പനിയുടെ ബിഗ് ബജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രത്തിനെ കുറിച്ചാണ്. വിദേശ രാജ്യങ്ങളിലെ ഷെഡ്യൂളുകളും ഡൽഹി ഷെഡ്യൂളുകളും പൂർത്തീകരിച്ച് മാർച്ച് അവസാനത്തോടെ ഷൂട്ട് പുനരാരംഭിക്കുന്ന ചിത്രം സാമ്പത്തിക പ്രതിസന്ധിയും നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും
മൂലവും ചിത്രം ഇനി പുനരാരംഭിക്കുന്നില്ലെന്ന വ്യാജ വാർത്തകൾ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുമായി സഹകരിക്കുന്ന ചില നടന്മാരുടെ അസൗകര്യം മൂലം ഷെഡ്യൂളുകളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതൊഴിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയോ നിർമ്മാതാക്കന്മാർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സിനിമയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സിനിമ വളരെ മനോഹരവും ലളിതവുമായ അതിന്റെ പണിപ്പുരയിലാണ്. മലയാളികൾക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ സിനിമ പൂർത്തിയാക്കി മുൻ തീരുമാനപ്രകാരം റിലീസ് ചെയ്യും. ഇനി സിനിമയുടെ തുടരെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള ഷെഡ്യൂളുകൾ. അഭിനേതാക്കളിൽ പലർക്കും മനുഷ്യ സഹജമായി ഉണ്ടാകാവുന്ന ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. അത് മലയാളത്തിന് പ്രിയപ്പെട്ട മമ്മൂക്കക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെയും പൊടിപ്പരും തൊങ്ങലും വെച്ച് ആ പ്രിയപ്പെട്ട നടനെ വേദനിപ്പിക്കും വിധം അസത്യങ്ങൾ നിറഞ്ഞ വാർത്തകൾ പടച്ചു വിടുന്നവരും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരുമെല്ലാം ആ നടനോടും മലയാളികളോടും ചെയ്യുന്നത് പുറക്കാൻ പറ്റാത്ത ക്രൂരതയാണ്. സിനിമയെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. മലയാള സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയ്ക്കെതിരെയുള്ള ഇത്തരം ക്യാമ്പയിനുകൾ ഇൻഡസ്ട്രിക്ക് തന്നെ അപകടകരമാണ്. ഇത്തരം തിരുത്തരവാദമായ വ്യാജ വാർത്തകൾ പ്രേക്ഷകർ അതിന്റെ അവജ്ഞതയോടെ തള്ളിക്കളയണമെന്ന് സിനിമയുടെ നിർമ്മാതാക്കൾ എന്ന നിലയിൽ പ്രിയപ്പെട്ട മലയാളികളോട് അഭ്യർത്ഥിക്കുകയാണ്. മറുനാടൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയതെന്ന് വ്യക്തമാണ്. ഈ സിനിമയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ഷൂട്ടിംഗ് മൂലം പല ആർട്ടിസ്റ്റുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അതിലൊരാൾ മാത്രമാണ് മമ്മൂക്ക എന്നും സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള സലീം റഹ്മാൻ പറഞ്ഞു വെക്കുന്നത്. ഈ കുറഞ്ഞ ദിവസങ്ങളിൽ പല കാലാവസ്ഥകളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അല്ലേ? ഈ കാലാവസ്ഥാ വ്യതിയാനം യുവാക്കളിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ പിന്നെ 73-കാരനായിട്ടുള്ള മമ്മൂക്കേന്റെ കാര്യം പറയണ്ടല്ലോ. എന്തൊക്കെയായാലും അദ്ദേഹവും മനുഷ്യനല്ലേ, പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. സലീം റഹ്മാൻ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം MMNന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ചു എന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഓൺലൈൻ മാധ്യമം എന്നതുകൊണ്ട് സലീം ഉദ്ദേശിച്ചത് മറുനാടനം തന്നെയാണ്. ഈ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ പറയുന്നതിനോടൊപ്പം തന്നെ MMNന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് മറുനാടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നമുക്ക് കേട്ടോക്കാം. അതേസമയം മഹേഷ് നാരായണൻ എടുക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട്. ബ്രിട്ടനിലുള്ള 2 പേരാണ് സിനിമയ്ക്ക് പ്രധാനമായും ഫണ്ട് ചെയ്യുന്നത്. അവരുടെ ഫണ്ടിംഗ് സോഴ്സിനെ കുറിച്ചൊക്കെ പരാതികൾ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. കൃത്യമായി ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റ് ചില നിർമ്മാതാക്കളെ കണ്ടെത്തുന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിംഗിന് തടസ്സമുണ്ടായാൽ അതിന് കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യമല്ല, നേരെ മറിച്ച് സിനിമയിൽ ഫണ്ട് ചെയ്യുന്നവരുടെ പ്രശ്നമാണ് എന്നാണ് ആ സിനിമയുമായി ബന്ധമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്. എന്താ കേട്ടല്ലോ, ഷൂട്ടിംഗ് മുടങ്ങുകയാണെങ്കിൽ അത് മമ്മൂക്ക മൂലമല്ല, സിനിമയിൽ ഫണ്ട് ചെയ്യുന്നവരുടെ പ്രശ്നം മൂലമാവുമെന്നാണ് സിനിമയുമായി അടുത്ത ബന്ധമുള്ള ആരോ ഷാജനോട് പറഞ്ഞതുപോലും. ഇനി ഈ സിനിമയുമായി ബന്ധമുള്ള വേറെ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു ഇയാൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അന്ന് കേട്ടോക്കാം. ഏപ്രിൽ 2-ാം വാരത്തിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിംഗിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരുമെന്നുമാണ് മഹേഷ് നാരായണൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചു. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇപ്പോൾ കുഞ്ചാക്ക അടക്കമുള്ളവരുടെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, മമ്മൂട്ടി ഏപ്രിൽ പകുതിയാകുമ്പോഴേക്കും വരും, ഈ പറയുന്നതൊക്കെ ഊഹാപോഹങ്ങളാണ്, അങ്ങനെയൊന്നുമില്ല. അത് ശരി. കുറച്ചു മുമ്പ് ഫണ്ടിങ് ഇഷ്യൂ കാരണം സിനിമ മുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ കുഞ്ചാക്കോബന്റെ സീനുകൾ ഷൂട്ട് ചെയ്യുകയാണെന്നും ഏപ്രിൽ 2-ാം വാരം മമ്മൂക്കയുടെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നൊക്കെ പറയുന്നത്. ഈ 2 കാര്യവും ഷാജനോട് പറഞ്ഞത്, അതായത് സിനിമ ഷൂട്ടിംഗ് സാമ്പത്തിക പ്രശ്നം കാരണം മുടങ്ങിയെന്നും അല്ല, സിനിമ ഒരു കുഴപ്പവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും തന്നോട് പറഞ്ഞത് ഈ സിനിമയുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണെന്നാണ് ഷാജൻ പറയുന്നത്. ഇതിലിപ്പോ ഏതാ നമ്മൾ വിശ്വസിക്കുക? കഴിഞ്ഞില്ല. ഇനി മമ്മൂക്കയുടെ അസുഖ വാർത്തയുടെ മറവിൽ ഈ സിനിമയുടെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ ഷാജൻ സ്കാരെ പുതിയൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അതിന് തമ്മിൽ ഞാൻ സൈഡ് കാണിച്ചു തരാം. നമുക്കൊക്കെ ഒരു കുഴപ്പമില്ല, പക്ഷേ മെഗാ സിനിമ കുഴപ്പത്തിൽ. മെഗാ സിനിമ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് MMN തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇയാൾ എന്തോ ഈ സിനിമയെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ട് അല്ലേ? എന്തായാലും ഷാജൻ എല്ലാ വാർത്തകളും എത്തിച്ചു കൊടുക്കാൻ സിനിമാ മേഖലയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായതുകൊണ്ട് തരക്കേടില്ല. ഇനി ഇയാളുടെ വീഡിയോയിൽ കോൺട്രവേഴ്സി ആയിട്ടുള്ള ചില വാങ്ങുകളും കൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം. നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ചെറിയ തോതിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. അതിന് ചികിത്സ ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്ത മറുനാടനാണ് ഇന്നലെ പുറത്തുവിട്ടത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ കൊടുങ്കാറ്റായി മാറി. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പലയിടങ്ങളിലും വന്നെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ചയാക്കിയിരുന്നില്ല. പതിവ് പോലെ ഇക്കുറിയും ഏറ്റവും സുപ്രധാനമായ വാർത്ത ജനങ്ങളുമായി ആദ്യം പങ്കുവച്ചത് മറുനാടനാണ്. ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ PR ടീം രംഗത്ത് വന്നു എന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ മലയാള മാധ്യമങ്ങൾ ഇത് പിടിച്ചിട്ടേയില്ല. മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്നോ ഇല്ലെന്നോ മമ്മൂട്ടിയുടെ PR ടീം അസുഖം നിഷേധിച്ചെന്നോ ഒന്നും കേരളത്തിലെ ഒരു ചാനലും ഒരു പത്രവും കൊടുത്തിട്ടില്ല. പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഈ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് മറുനാടനാണ്. ആദ്യം എല്ലാവരും നിഷേധിക്കും, പിന്നീട് എല്ലാവരും ആ വാർത്തയുടെ പിന്നാലെ പോകും.
അപ്പോൾ അത് ശരി, മറുനാടനെ ഒരു വളി വിട്ടുവെന്ന് കരുതി ബാക്കി ചാനലുകളെല്ലാം വളി വിടണമെന്നില്ലല്ലോ. മമ്മൂക്കയുടെ അസുഖത്തെക്കുറിച്ച് മലയാളത്തിലെ മറ്റു മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഷാജിന്റെ പരാതി. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവരുടെ മര്യാദയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. മമ്മൂക്കയുടെ കുടുംബമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക വെളിപ്പെടുത്തലോ വരാതെ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ച് അനാവശ്യ പ്രചാരണങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് ബേസിക് മര്യാദ. ആ മര്യാദ മറുനാടൻ കാണിച്ചില്ല, മറ്റു മുൻനിര മാധ്യമങ്ങൾ അത് കാണിച്ചു, അത്രേ ഉള്ളൂ. ബാക്കിയാണ് നോക്കാം. എന്നാലും മറുനാടിന്റെ വാർത്ത പുറത്തു വന്നതോടെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അത് വാർത്തയാക്കി, ചർച്ചയാക്കി. വൈകുന്നേരമായപ്പോഴേക്കും ദ മിഡ് ഡേ എന്ന് പറയുന്ന ബോംബെയിൽ ഇറങ്ങുന്ന ഒരു പത്രം അവരുടെ ഓൺലൈൻ എഡിഷനിൽ ഈ വാർത്ത തിരസ്കരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. ഈ വാർത്ത ഫേക്കാണ്, അങ്ങനെ ഒരു സംഭവമില്ല. റംദാൻ പ്രമാണിച്ച് നോമ്പായതുകൊണ്ട് ഈ റംദാൻ മാസത്തിൽ അദ്ദേഹം ഷൂട്ടിംഗ് വേണ്ടെന്ന് വെച്ചതാണ്. റംദാൻ കഴിഞ്ഞാലുടൻ അദ്ദേഹം ഷൂട്ടിങ്ങിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ഈ PR ടീമിനെ ഉദ്ധരിച്ചുകൊണ്ട് മിഡ് ഡേ റിപ്പോർട്ട് ചെയ്തത്. വാസ്തവത്തിൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം. മിഡ് ഡേ എന്ന് പറയുന്ന പത്രം ആരോടോ ചോദിച്ചിട്ട് എന്തോ ഒരു വാർത്ത കൊടുത്തു. ആരോടാണ് ചോദിച്ചതെന്ന് മിഡ് ഡേ പറഞ്ഞിട്ടില്ല. മിഡ് ഡേയെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മറ്റു മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോഴും അവരാരും പറഞ്ഞിട്ടില്ല ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന്. മിഡ് ഡേ ആരോടോ സംസാരിച്ചിട്ട് ആരെന്ന് പോലും പറയാതെ കൊടുത്ത ഒരു വിവരമാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഔദ്യോഗിക ഭാഷ്യമായി സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി ഫാൻസ് കൊണ്ടാടുന്നത്. അല്ല, താനും അതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോടോ സംസാരിച്ച് ആരെന്ന് പോലും പറയാതെ തന്നെയാണ് താനും മമ്മൂക്കയെ കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തത്. എന്നിട്ട് ഇപ്പൊ ആ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞ് ഏതോ ഒരു മാധ്യമത്തെ കുറിച്ച് കുറ്റം പറഞ്ഞു വന്നേക്കുന്നു. ഇയാളുടെ വർത്താനം കേട്ടാ മമ്മൂക്കയ്ക്ക് ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നത് ഇയാളാണെന്നാണല്ലോ തോന്നുക. താൻ കൊടുത്ത വാർത്ത ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ല ആശാൻ. എന്തായാലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരാത്തിടത്തോളം കാലം ഇത്തരം ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുതെന്നാണ് എന്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്. എന്ത് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നമുക്ക് ശക്തമായി തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.